എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു നില വീട് നോക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് മലയൻകീഴ് പ്ലാവിള മെയിൻ ബസ് റൂട്ടിൽ നിന്ന് നമുക്കൊരു 50 മീറ്റർ മാറി നമുക്ക് ഈ ബാക്കിൽ കാണുന്ന ഒരു നില വീട് നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട്. നമുക്ക് ഈ വീട് വരുന്നതെന്ന് പറഞ്ഞാൽ 4 സെൻറ്റിൽ 950 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 3 വലിയ ബെഡ്റൂമും അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്ന ഒരു നില ബഡ്ജറ്റ് വീടാണ് നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതാണ് വീട്. ഈ വീട്ടിൽ നിന്ന് മെയിൻ റോഡ് വരെ പോകാൻ നമുക്കൊരു 50 മീറ്റർ നടന്നാൽ മതി. നമുക്കിവിടുന്ന് റോഡ് കാണാൻ പറ്റും. നമുക്കിവിടെ 2 സ്കൂൾ അടുത്ത് വരുന്നുണ്ട്, കോളേജ് വരുന്നുണ്ട്, ഹോസ്പിറ്റൽ വരുന്നുണ്ട്, മാർജിൻ ഫ്രീ വരുന്നുണ്ട്, മാർക്കറ്റ് വരുന്നുണ്ട്. നമുക്ക് ഈ വീട് നിൽക്കുന്നത് കിഴക്ക് ദർശനത്തിനാണ് വീട് വരുന്നത്. നമുക്കിവിടെ 2 കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ചും വരുന്നുണ്ട്. നമുക്ക് ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് 42 ലക്ഷം രൂപയുടെ നമുക്ക് നെഗോഷ്യബിൾ ആണ്. 80% ലോണും ചെയ്യാൻ പറ്റും. നമുക്ക് ഫ്രണ്ടിൽ ഒരു സ്ലൈഡിംഗ് ഗേറ്റ് വരുന്നുണ്ട്, നമുക്കൊരു നോർമൽ ഗേറ്റ് വരുന്നുണ്ട്. നമുക്ക് വരുന്ന റോഡ് നമുക്കൊരു 3 മീറ്റർ റോഡ് വരുന്നുണ്ട്. അത് നമുക്ക് കോൺക്രീറ്റ് റോഡാണ് വരുന്നത്. വീട്ടിൻ്റെ മുറ്റത്ത് നമുക്ക് ഇൻ്റർലോക്കാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വീടൊക്കെ വന്നിട്ട് നമ്മൾ നല്ല സ്റ്റാൻഡേർഡ് ലുക്കിലാണ് നമുക്ക് വീട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ വീട് നിൽക്കുന്ന 4 സെൻറ്റിൽ 950 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 3 ബെഡ്റൂം വരുന്നുണ്ട്, 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. കിഴക്ക് ദർശനത്തിനാണ് വീട് വരുന്നത്. 2 വലിയ കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ചും വരുന്നുണ്ട്. നമുക്കിവിടെ കുടിവെള്ളത്തിന് കിണർ വരുന്നില്ല, നമുക്ക് ലൈൻ കണക്ഷനാണ് വരുന്നത്. നമ്മുടെ ടെറസിൽ 2000 ലിറ്ററിൻ്റെ ടാങ്കും വരുന്നുണ്ട്. നമുക്ക് ഈ വീട് ചെയ്യുന്ന ഫ്രണ്ടിൽ നമുക്ക് ഓവറായിട്ട് ലൈറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് ഇത്തിരി സ്റ്റാൻഡേർഡായിട്ടാണ് വീട് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് വന്നിട്ട്. നമുക്ക് വലിയൊരു സിറ്റ് ഔട്ടാണ് വരുന്നത്. നമുക്ക് സിറ്റ് ഔട്ടിൻ്റെ സൈസ് വന്നിട്ട് 11:5 സിറ്റ് ഔട്ടിൻ്റെ സൈസ് വരുന്നത്. നമുക്കിവിടെ ഗ്ലാഡിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടെയിലാണ് ഗ്ലാഡിംഗ് വർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫ്രണ്ടിൽ വുഡൊക്കെ വന്നിട്ട് നമുക്ക് തേക്കാണ് വരുന്നത്. നമുക്ക് ക്ലിയർ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയയും ഡൈനിങ് സെക്ഷനും വരുന്നത്. നമുക്ക് ലിവിങ് ഏരിയയും ഡൈനിങ് സെക്ഷനും സെപ്പറേറ്റ് തിരിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് കബോർഡ് വർക്ക് ചെയ്ത്. ഇതാണ് നമ്മുടെ TV യൂണിറ്റ് വന്നിട്ട്. നമുക്ക് വലിയൊരു TV ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു TV യൂണിറ്റാണ് വരുന്നത്. ഇവിടെ നമുക്ക് ചെറിയൊരു സ്റ്റോറേജും വരുന്നുണ്ട്. ലിവിങ് ഏരിയയുടെ സൈസ് വന്നിട്ട് 14x14 നമ്മുടെ ലിവിങ് ഏരിയയുടെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് 4x2 ടൈലാണ് വരുന്നത്. ഇതിൽ നമ്മുടെ അപ്പോസി വർക്കും ചെയ്തിട്ടുണ്ട്. നമ്മുടെ 4 സീലിംഗ് ചെയ്തിരിക്കുന്ന പ്രൊഫൈലായിട്ടാണ് 4 സീലിംഗിന് ഉപയോഗിക്കുന്നത്. നമുക്കിവിടെ റോയൽ പ്ലേ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ സിംഗിൾ ഫേസാണ് നമ്മുടെ കണക്ഷൻ വന്നിട്ട്. നമുക്കിവിടെ വയറിങ്ങിന് ഉപയോഗിക്കുന്ന വി ഗാർഡാണ്. അതുപോലെ നമുക്ക് സ്വിച്ചൊക്കെ വന്നിട്ട് ഹൈഫൈയുടെ സ്വിച്ചാണ് വരുന്നത്. നമുക്ക് ഡൈനിങ് സെക്ഷൻ നമുക്ക് സെപ്പറേറ്റ് വരുന്നുണ്ട്. നമുക്കിവിടെ ഒരു വലിയൊരു ഓപ്പൺ കിച്ചണും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഡൈനിങ് സെക്ഷൻ വന്നിട്ട്. ഡൈനിങ് സെക്ഷനൊക്കെ അത്യാവശ്യം വലിയൊരു ഡൈനിങ് സെക്ഷനാണ് വരുന്നത്. നമുക്കിവിടെ വലിയൊരു ഓപ്പൺ കിച്ചണും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഡൈനിങ് സെക്ഷനിലോട്ട് വരുന്നിടത്ത് നമുക്ക് വലിയ രീതിയിൽ തന്നെ പാർട്ടീഷൻ തിരിച്ചിട്ടുണ്ട്. കബോർഡ് വർക്കിൽ ഇത് നമുക്ക് ഫ്ലവറും കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് സെക്ഷൻ്റെ സ്പേസ് വന്നിട്ട് 8x10 നമ്മുടെ ഡൈനിങ് സെക്ഷൻ്റെ സ്പേസ് വരുന്നത്. ഇവിടെ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കളർഫുള്ളായിട്ടാണ് 4 സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് വാഷ് സ്പേസും വരുന്നുണ്ട്. വാഷ് സ്പേസ് നമുക്ക് റെഡിമെയ്ഡ് വാഷ് സ്പേസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം വലിയൊരു വാഷ് സ്പേസാണ് വരുന്നത്. ഡൈനിങ് സെക്ഷനിൽ അടുത്ത് വരുന്നത് നമുക്ക് കിച്ചണാണ്. നമുക്ക് വലിയൊരു കിച്ചണാണ് വരുന്നത്. ഓപ്പൺ കിച്ചണാണ് വരുന്നത്. നമുക്ക് അത്യാവശ്യം സ്പേസ് വരുന്നുണ്ട്. അതുപോലെ നമുക്കിവിടെ വുഡിൻ്റെ ടൈലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നല്ല ഗ്രിപ്പുള്ള ടൈലാണ്. ഇനി നമുക്ക് അപ്പോസി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കബോർഡിന് ഉപയോഗിക്കുന്നതെല്ലാം നല്ല ഹൈ ക്വാളിറ്റി ബോർഡിലാണ് കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് നല്ല സ്റ്റോറേജും വരുന്നുണ്ട്. കിച്ചൻ്റെ സൈസ് വന്നിട്ട് 11x10 നമ്മുടെ കിച്ചൻ്റെ സൈസ് വന്നിട്ട്. നമുക്കിവിടെ 2 കളർ കോമ്പിനേഷനിലാണ് നമ്മുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഒന്ന് നമ്മുടെ വുഡിൻ്റെയും പിന്നെ നമുക്ക് ഫുൾ ഓറഞ്ചിലും നമുക്ക് ചെയ്തിട്ടുണ്ട്. ലിവിങ് ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂമാണ്. ഈ ബെഡ്റൂം വന്നിട്ട് ഇവിടെ നമുക്ക് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂം നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. നമ്മുടെ 3 ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. 3 വാഷ്റൂമിൽ നമുക്ക് ഹീറ്റർ പോയിന്റും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ബെഡ്റൂം സൈസ് വന്നിട്ട് 10x10 നമ്മുടെ ബെഡ്റൂം സൈസ് വരുന്നത്. നമുക്ക് ഈ സിംഗിൾ ചെവിൽ നമുക്ക് ബ്ലൂ കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ചെറിയ രീതിയിൽ ഡിസൈൻ വർക്കും ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിനോട് ചേർന്ന് നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. വാഷ്റൂമിലെ ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന എല്ലാം നമുക്ക് ബ്രാൻഡ് ഫിറ്റിംഗ്സ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ടൈലൊക്കെ വന്നത് നമ്മുടെ ട്രെൻഡിങ്ങുള്ള ടൈലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഇത് കഴിഞ്ഞ് വന്ന് നമുക്ക് 2ാമത്തെ ബെഡ്റൂമാണ്. ഇതാണ് നമ്മുടെ 2ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൽ നമുക്ക് കബോർഡ് വർക്ക് ചെയ്തിട്ടില്ല. നമുക്കിവിടെ ഒരു അറ്റാച്ച്ഡ് വാഷ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ബെഡ്റൂം സൈസ് വന്നിട്ട് 10x9 നമ്മുടെ ബെഡ്റൂം സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് ഒരു ചെവിൽ നമുക്ക് റോയൽ പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ട്. വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെ ഫിറ്റിംഗ്സ് എല്ലാം ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ്. ഇവിടെ നമുക്ക് നല്ല ട്രെൻഡിങ്ങുള്ള ടൈലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് 42 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ്. നമുക്ക് ഈ വീട് വരുന്നത് നമ്മുടെ റോഡ് സൈഡിലാണ്. നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് ഒരു 50 മീറ്റർ മാറിയാണ് നമുക്ക് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം വന്നിട്ട്. വലിയൊരു ബെഡ്റൂമാണ്. ഇവിടെ ഒരു വലിയ രീതിയിൽ തന്നെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇവിടെ നമുക്ക് AC പോയിന്റ് വരുന്നുണ്ട്. ഈ ബെഡ്റൂം സൈസ് ഉണ്ട് 10x11 നമ്മുടെ ബെഡ്റൂം സൈസ് ഉണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. നമ്മുടെ 3 വാഷ്റൂമും നമുക്ക് സെയിം മെത്തേഡിലാണ് നമ്മുടെ വാഷ്റൂം ചെയ്തിട്ടുള്ളത്.
നമുക്ക് കിച്ചണിൽ നിന്ന് നമ്മുടെ ബാക്ക് സൈഡിൽ നമുക്ക് അത്യാവശ്യം സ്പേസ് വരുന്നുണ്ട്. കിച്ചണിൽ നിന്ന് നമുക്ക് ബാക്ക് സൈഡിൽ നമുക്ക് വർക്ക് ഏരിയ ഇറക്കുള്ള ചെറിയൊരു വർക്ക് ഏരിയ ഇറക്കുള്ള സ്പേസ് വരുന്നുണ്ട്. നമുക്ക് നനയിൽ ബാക്കിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ടെറസിലോട്ടുള്ള സ്റ്റെയറും ബാക്കിലാണ് വരുന്നത്. നമുക്ക് ടെറസിലോട്ട് പോകുന്ന സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് വരുന്നത്. നമുക്ക് 3 സൈഡും നമുക്ക് അത്യാവശ്യം സ്പേസ് വരുന്നുണ്ട്. നമുക്ക് ഈ വീട് നിൽക്കുന്ന കരഭൂമിയിലാണ് നമുക്ക് വീട് നിൽക്കുന്നത്. നമുക്ക് ഈ വീട് നിൽക്കുന്ന 4 സെൻറ്റിൽ 950 സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത്. 3 ബെഡ്റൂം വരുന്നുണ്ട്, 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. കാർ പാർക്കിംഗ് വന്നിട്ട് 2 കാറുള്ള സ്പേസ് വരുന്നുണ്ട്. കുടിവെള്ളത്തിന് കിണർ വരുന്നില്ല, നമുക്ക് ലൈൻ കണക്ഷൻ മാത്രമേ വരുന്നുള്ളൂ. കിണർ നമുക്ക് വേണമെങ്കിൽ ബോർബില്ല് ചെയ്യാന്നേ ഉള്ളൂ. നമുക്ക് ഈ വീട് ചെയ്തിരിക്കുന്ന വാസ്തുപ്രകാരമാണ് നമുക്ക് കിഴക്ക് ദർശനത്തിനാണ് വീട് വരുന്നത്. നമുക്കിത് 2nd ഫ്ലോർ ഇറക്കാനുള്ള പേസ്മെൻ്റാണ് നമുക്ക് ചെയ്തിട്ടുള്ള വീടിന്. നമുക്ക് ഈ വീട് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 42 ലക്ഷം രൂപയാണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ്, 80% ലോണും ചെയ്യാൻ പറ്റും. വീട്ടിൽ നിന്ന് സ്കൂൾ കോളേജ് എല്ലാം നമുക്ക് 1 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്നുണ്ട്. മാർക്കറ്റ് ഉണ്ട്, മാജം ഫ്രീ ഉണ്ട്, എല്ലാം തന്നെ നമുക്ക് 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ വരുന്നതാണ്. നമുക്ക് ഈ വീട്ടിൽ നിന്ന് ബസ് റൂട്ട് വരെ പോകാൻ നമുക്ക് 50 മീറ്ററേ വരുന്നുള്ളൂ. നമുക്ക് എപ്പോഴും ബസ്സുള്ള സ്ഥലമാണ്. നമുക്ക് ഈ വീട് നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് മലയങ്കിരി പ്ലാവിളയാണ് വീട് വരുന്നത്. ഈ വീട് വാങ്ങാൻ ആർക്കും താല്പര്യമുണ്ട് താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നുള്ളൂ. ഈ വീടിനോട് ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടി താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നുള്ളൂ. നമുക്ക് ലോ ബഡ്ജറ്റ് ആയിരുന്നാലും ഹൈ ബഡ്ജറ്റിന്റെ വീടായിരുന്നാലും നമുക്കിപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ വേൾഡ് ഹൗസിൽ നമ്മൾ ഇഷ്ടംപോലെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് മറക്കില്ല. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തെന്തായാലും പുതിയൊരു വില്ല പ്രോജക്റ്റ് ആണ്. അതുവരേക്കും എല്ലാവർക്കും ബൈ.